സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച കിളിമാനൂരിലെ ജിജിനിലൂടെ 5 പേർക്ക് പുതിയ ജീവൻ കിട്ടും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെയാണ് ജിജിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചത്. ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തിരിക്കുന്നത്. ആലിൻ ഷെറിൻ എബ്രഹാം മാതൃകയായെന്ന് ജിജിന്റെ ബന്ധു 24-നോട് പറഞ്ഞു. ഞങ്ങളടുത്ത് ഡോക്ടർ ഇങ്ങനെ ഒരു സൂചന തന്നിരുന്നു. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നമുക്കതൊരു നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കും അത് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള സാഹചര്യത്തിൽ എത്തിയപ്പോൾ എല്ലാവർക്കും വില്ലിങ് ആണ് എന്നുള്ളത്. 5 പേർക്ക് എത്തിക്കാം എന്നുള്ള രീതിക്ക് എത്തി. സംസ്ഥാനത്ത് വീണ്ടും മാതൃകയായ ഒരു മരണാനന്തര അവയവദാനം നടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത. അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, മരിച്ച ജിജിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് സങ്കടമുള്ള വാർത്തയാണെങ്കിലും അതിനപ്പുറത്തേക്ക് 5 പേർക്കാണ് ഈ കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള ജിജിൻ പുതുജീവനേകുന്നത്. അതിൽ ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ ശസ്ത്രക്രിയകൾ, വാഹനാപകടത്തിൽ മരിച്ച ജിജിന്റെ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വിവിധ ആശുപത്രിയിലേക്ക്, അതിൽ ഹൃദയവും അതുപോലെ തന്നെ ഒരു കരളും ഒരു വൃക്കയും കിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മറ്റൊരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോർണിയ കണ്ണാശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. അത് ശസ്ത്രക്രിയ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ആംബുലൻസിൽ ഈ ആശുപത്രിയിലേക്ക് എത്രയും വേഗം തന്നെ ഈ അവയവങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ വിവിധ ആശുപത്രികളിലായി അവയവം സ്വീകരിക്കാനായിട്ടുള്ള ആളുകളും തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി കേസോട്ടോ അധികൃതർ അറിയിക്കുന്നുണ്ട്. അതിൽ ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള ജിജിന് വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിൽ ഈ ജിജിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ പുറകിൽ നിന്ന് വന്ന ഒരു കാർ ഇടിക്കുകയായിരുന്നു. ജിജിനും സുഹൃത്തിനുമാണ് പരിക്കേറ്റത്. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഈ ദിവസങ്ങൾ അത്രയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ്. ആ സമയത്ത് തന്നെ ഒരു മരണാനന്തര അവയവദാനത്തിലേക്ക് കുടുംബം പോവുകയായിരുന്നു. കേസോട്ടോ അധികൃതരടക്കം ഈ കുടുംബത്തെ സമീപിക്കുകയും ഇങ്ങനൊരു അവസരമുണ്ട്, മസ്തിഷ്ക മരണം സംഭവിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസരമുണ്ടെന്ന് കുടുംബത്തെ അറിയിച്ചു. അതിൽ മറ്റൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് കുടുംബവും പറയുന്നത്. അതിലിപ്പോൾ ജിജിന്റെ ബന്ധുക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കുറച്ച് ദുഃഖിതരാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് അവർക്ക് വലിയൊരു മാതൃക കാണിക്കാൻ പറ്റി എന്നതാണ്. ഇപ്പോൾ